ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആർ ക്യാപ്ചേഴ്സ്. അപ്പോൾ ഇന്ന് നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ സ്റ്റൂ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാം. ഇതുപോലെ ഒരു ഉള്ളി, ഒരു 3 പച്ചമുളക് കീറിയത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞത്, ചെറിയ കഷ്ണം മതി, കുറച്ച് കറിവേപ്പില, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ കറിവേപ്പില ഇട്ടു, പിന്നെ ഗാർലിക് ഇട്ടു, നീളത്തിലരിഞ്ഞത് മതി, ചതച്ചിടണ്ട, അതിനേലും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാട്ടോ. പിന്നെ ഇഞ്ചി ഇട്ടു, പിന്നെ ഈ 3 പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ ഒരു 2-3 എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ഇടുന്നുള്ളൂ. പിന്നെ ഈ ഒരു സവാള നീളത്തിലരിഞ്ഞത് അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റി, ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം. ഇത് ക്രിസ്മസിനൊക്കെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ഇതുപോലെ നല്ല അപ്പം, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാം. ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ വാടി വന്നപ്പോൾ ഞാൻ ചിക്കൻ ചേർത്തു, കഴുകി വെച്ച ഒരു ചിക്കൻ അത് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി 900 ഗ്രാംസിൻ്റെ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് നന്നായി ഒന്ന് ഇതിനകത്തെ വെള്ളമെല്ലാം ഇറങ്ങി വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ ഇത് വെന്ത് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിവിടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇതാ ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സിയിലൊക്കെ ചേർത്ത് വേവിച്ചെടുക്കാൻ പോകാം കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ഇതാദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണാം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചിക്കനൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വൈറ്റ് കളറായി വരുന്ന സമയത്ത് എല്ലാം കൊടുത്ത് നമുക്കിതിൻ്റെ വെള്ളം നന്നായി ഒന്ന് ഇറങ്ങി വരുന്നവരെ, ആ ഒരു സ്റ്റോക്ക് ഇറങ്ങി വരുന്നവരെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇനി അതവിടെ സൈഡിൽ കിടക്കട്ടെ. ഞാനൊരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് നമുക്ക് ഗരം മസാല പ്രിപ്പയർ ചെയ്യണം. ഞാനൊരു 8 ഏലക്കായ എടുത്തിട്ടുണ്ട്, ഒരു 2 പട്ട, 2 ഗ്രാമ്പൂ, 2-3 കഷ്ണം പട്ട, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം, ഒരു ടേബിൾ സ്പൂൺ ഇല്ല കേട്ടോ, അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം, ഇത് ചേർത്തൊന്ന് ചൂടാക്കി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും ബീഫാണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഫ്രഷായിട്ട് ഗരം മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ചിക്കനിന് നന്നായി വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇത് അത്യാവശ്യം വലിയൊരു പൊട്ടാറ്റോ ആണ്, ഒരു പൊട്ടാറ്റോ അല്ലെങ്കിൽ ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 2 വരെ ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണമായി അരിഞ്ഞ് ചേർക്കണം. ഞാനത് കുക്കറിനകത്തല്ല ഇട്ട് വേവിക്കുന്നത്. ചിലവരൊക്കെ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുക്കറിനകത്ത് വേവിച്ചെടുക്കുന്നുണ്ട്, പക്ഷെ അതിനേലും ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുക ഇതുപോലെ ചെയ്യുമ്പോഴാണ്. അപ്പം ഇതുപോലെ നമുക്ക് അടച്ച് വെച്ചൊരു 20 മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ തന്നെ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ വെറുതെ കുക്കറിനകത്ത് ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി 1 കപ്പ് 2ാം പാലെന്ന് പറയാൻ പറ്റില്ല, കട്ടിയുള്ള പാല് മാറ്റിയിട്ട് ബാക്കിയിൽ കുറച്ച് 1 ഗ്ലാസ് വെള്ളമെല്ലാം 1-1.5 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത ആ ഒരു പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു തിളച്ച് വരുന്ന സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ പെപ്പർ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചില്ലേ, വറുത്ത് പൊടിച്ച് വെച്ചില്ലേ ഗരം മസാല, അതും നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിതാ പെപ്പർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ആ ഗരം മസാല ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുത്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു 20 മിനിറ്റ്. നമ്മളിപ്പോൾ ഓൾറെഡി ഈ ചിക്കൻ ആദ്യം നന്നായിട്ട് വെള്ളമെല്ലാം ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മളത് അടച്ച് വെച്ച് ഒന്നൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനിയൊരു 20 മിനിറ്റ്, മാക്സിമം 30 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല, ഒരു 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കുക്കായി കിട്ടും. അപ്പോൾ നന്നായി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് തേങ്ങാപ്പാൽ കുറച്ചധികം വെള്ളം ചേർത്താണെങ്കിലും നമ്മളിത് ഇളക്കാണ്ട് ഇങ്ങനെ അടച്ചു വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ പിരിഞ്ഞ പോലെ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പൊട്ടാറ്റോ ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 15 മിനിറ്റ് വേവിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ചിക്കനും പൊട്ടാറ്റോയും എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്, ഉള്ളിയെല്ലാം നല്ല അലിഞ്ഞ് പോയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ആ കട്ടി തേങ്ങാപ്പാൽ
ഒഴിച്ചു. ഇനി അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സൈഡിൽ നിന്നെല്ലാം ഒന്നിങ്ങനെ പത വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡിൽ എല്ലാം അങ്ങനെ പത വരട്ടെ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഇതുണ്ടോ തിളച്ച് വരുന്ന സമയത്ത് കാഷ്യൂനട്ട് അരച്ച് ചേർക്കുന്നുണ്ട്. ഇത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല, ജസ്റ്റ് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചതാണ്. ഇത് ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടും ഇതുപോലെയുള്ള സ്റ്റൂ എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത്. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ചാൽ ഇത്രയും ഒരു മിനിമം ഇത്രയും ഒരു ലൂസിൽ നമ്മൾ ചെയ്യണം. എന്നാലേ കുറച്ച് നേരം അടച്ചിരിക്കുമ്പോൾ അതൊന്നും കൂടെ കുറുകി ആ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുള്ളൂ നമ്മുടെ കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ അതിൻ്റെ മുകളിൽ ഇനി കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒരു എക്സ്ട്രാ നല്ലൊരു ടേസ്റ്റാണ് മല്ലിയില ചേർക്കുന്നത്. ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഞാൻ ഇത് ചേർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മല്ലിയില സ്റ്റൂവിനകത്ത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാലയിൽ കുറച്ച് അതും ഉപ്പ് ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ട്. അതെല്ലാം നല്ല പാകമാണ്. ഞാൻ നോക്കി, അതാണ് ഞാൻ പിന്നീട് ഉപ്പിടാത്തത്. ഉപ്പ് ആദ്യം ചേർക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഉപ്പിടാൻ മറന്നു പോകരുത്. അപ്പോൾ അതാ നല്ല അടിപൊളി ചിക്കൻ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഇടിയപ്പമാണുള്ളത് ഞങ്ങൾക്ക്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഒരു ദിവസം കാണാം. ബൈ, സീ യു.